സെപ്റ്റംബർ 15 തിങ്കളാഴ്ച. യോഹന്നാൻ 19 25 മുതൽ 27 വരെ വാക്യങ്ങൾ. ഇന്ന് വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ദിനമാണ്. ദൈവമാതാവായ മറിയത്തിൻ്റെ ആത്മീയ രക്തസാക്ഷിത്വത്തിനും തൻ്റെ ദൈവപുത്രനായ യേശുവിൻ്റെ പീഡകളോടുള്ള അവളുടെ അനുകമ്പയ്ക്കും ഈ തിരുനാൾ സമർപ്പിച്ചിരിക്കുന്നു. സഹ വീണ്ടെടുപ്പുകാരി എന്ന നിലയിൽ അവളുടെ കഷ്ടപ്പാടുകളിൽ പാപത്തിൻ്റെ ഭയാനകമായ തിന്മയെക്കുറിച്ച് മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയും യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ വഴി നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. ബൈബിളിൽ മാതാവിൻ്റെ 7 പ്രധാന വ്യാകുലങ്ങളുണ്ട്. അവ ഇവയാണ്: ശിമയോൻ്റെ പ്രവചനം, ഈജിപ്തിലേക്കുള്ള പലായനം, 3 ദിവസത്തേക്ക് ശിശുവായ യേശുവിനെ നഷ്ടപ്പെട്ടത്, കാൽവരിയിലേക്കുള്ള യാത്രാമധ്യേ മറിയം യേശുവിനെ കണ്ടുമുട്ടുന്നത്, യേശുവിൻ്റെ കുരിശുമരണവും പിന്നീട് യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്ന് എടുക്കുന്നതും, പിന്നെ അവസാനമായി യേശുവിൻ്റെ ശവസംസ്കാരവും. ഈ തിരുനാൾ ദിനത്തിലെ സുവിശേഷ വായന യോഹന്നാൻ 19 25 മുതൽ 27 വരെ വാക്യങ്ങളാണ്. അതിൽ ക്രിസ്തു തൻ്റെ അമ്മയെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതായി കാണുന്നു. താൻ സ്നേഹിച്ച ശിഷ്യനോടൊപ്പം കാണുന്ന അമ്മയോട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറയുന്നു. ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നു. ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കന്യാമറിയം യേശുവിൻ്റെ അമ്മയെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. യേശു അവളെ അമ്മ എന്നതിലുപരി സ്ത്രീ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഒരുപക്ഷെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ സ്ത്രീയായ ഹവ്വായുമായി ഇത് ബന്ധപ്പെടുന്നു. ഹവ്വായിലൂടെ പാപം ലോകത്തിലേക്ക് വന്നു. എന്നാൽ പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ദൈവം മനുഷ്യരൂപം പ്രാപിച്ച് ആ സ്വഭാവത്തെ വീണ്ടെടുക്കുന്നു. ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഹവ്വായെപ്പോലെ നമ്മുടെ മാതാവ് എല്ലാവരുടെയും മാതാവാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഹവ്വായിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ മാതാവ് തൻ്റെ പുത്രനാൽ ദൈവവുമായി അനുരഞ്ജിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരാശിയുടെ മാതാവാണ്. വ്യാകുല മാതാവ് ഒരു ആപേക്ഷിക വ്യക്തിത്വമാണ്. കാരണം ദുഃഖവും പ്രയാസങ്ങളും എല്ലാവർക്കുമുള്ള പൊതുവായ വികാരങ്ങളാണ്. ആ അനുഭവത്തിൽ മാതാവ് നമ്മോടൊപ്പം പങ്കുചേരുന്നു. കുരിശിൽ മരിച്ച തൻ്റെ പുത്രന് വേണ്ടി അവൾ വിലപിക്കുമ്പോൾ പാപത്തിൻ്റെ പോരാട്ടങ്ങളിലും അവയുടെ നിയന്ത്രണത്തിന് അതീതമായ മർത്യജീവിതത്തിൽ വരുന്ന അസുഖം, അപകടങ്ങൾ, മരണം തുടങ്ങിയ സംഭവങ്ങളിലും മറിയം നമ്മോടൊപ്പം ദുഃഖിക്കുന്നു. മനുഷ്യ അസ്തിത്വത്തിൻ്റെ വരാവുന്ന വേദന അവൾക്കറിയാം. ദൈവമാതാവ് നമുക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുന്ന കരുണാമയയായ മധ്യസ്ഥയാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ 2ാമത്തെ വ്യക്തി യേശുക്രിസ്തുവിൽ മാംസമായി തീരുകയും കുരിശിൽ വേദന അനുഭവിക്കുകയും ചെയ്തപ്പോൾ ദൈവം നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. എന്നാൽ തൻ്റെ പുത്രൻ ഇത്രയും ക്രൂരമായി മരിക്കുന്നത് കാണുന്നതിൻ്റെ ആത്യന്തിക ദുഃഖം അനുഭവിച്ചത് അവൻ്റെ അമ്മയായിരുന്നു. അതിനാൽ അവൾ മനുഷ്യരാശിയുടെ കഷ്ടപ്പാടുകളോട് ആഴമായി സഹാനുഭൂതി കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മളും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. ആ അവസരങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന് അപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക്
മറിയത്തിനോട് അവളുടെ വിശ്വാസത്തിൻ്റെയും ദൈവത്തിലുള്ള അവളുടെ സ്നേഹത്തിൻ്റെ ഒരു പങ്ക് നമുക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.